ഹായ് ഫ്രണ്ട്സ്, ബ്ലൂ വാട്ടർ ഫിഷ് സെൻ്റർ നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് നമ്മുടെ എല്ലാ കൂട്ടന്മാർക്കും സ്വാഗതം. ഇന്ന് നല്ല അടിപൊളിയൊരു മീൻ പിടുത്തമാണ് കേട്ടോ. നമ്മുടെ ചേട്ടന്മാർ നമ്മുടെ പമ്പയാറിൻ്റെ മുഖപ്പിന് കൊണ്ടുവന്ന്, അതായത് ഈ ഇവിടം കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് വേമ്പനാട് കായലാണ്. അപ്പോൾ ഈ ഒരു ആറിൻ്റെ മുഖപ്പിന് കൊണ്ടുവന്ന് വല വളച്ചേക്കാണ് കേട്ടോ. ഇതൊരു ടൈപ്പിലൊരു കോര് വല, ഒരു ടൈപ്പിലെ വലയാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കായലിന് അക്കരെ ഇക്കരെ ഫുള്ള് കവർ ചെയ്താണ് അവർ ആ വല ഇട്ടേക്കുന്നത്. ആ വല വലിക്കുമ്പോഴത്തേക്കും ആ വലയ്ക്കുള്ളിൽ എന്തൊക്കെ മീനുണ്ടോ, ചെറിയ പൊടിമീൻ ഒഴികെ ബാക്കിയുള്ള വലിയ മീനുകളെല്ലാം അവർക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നല്ല അടിപൊളി വീഡിയോ ആണ്. നമ്മുടെ കൂട്ടുകാരന്മാരൊക്കെ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന കൂട്ടുകാരന്മാർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല നല്ല വീഡിയോസൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒരുപാട് പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ ഡയറക്റ്റായിട്ട് വീട്ടിലോട്ട് വേഗം. ഇത് കണ്ടല്ലോ, അപ്പോൾ അവർ ഏകദേശം വല വലിച്ച് തീരാറായി കേട്ടോ. ഇനി ഒരു ശകലം കൂടെ വലിച്ചു കഴിഞ്ഞാൽ അവർ വല ഫുള്ളായിട്ടും വലിച്ച് കഴിയും. അത് കഴിഞ്ഞിട്ട് അടിത്താങ്ങ് മാത്രം വലിച്ച് കരക്കി കയറ്റിയാൽ മതിയാവും. ഈ ഒരു ഭാഗമാകുമ്പോൾ ഒരു കുഴപ്പമുണ്ട് കേട്ടോ, മീനൊക്കെ പിടിയിലോട്ട് ചാടാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. കണ്ടത് ചാടാൻ തുടങ്ങി, എനിക്ക് അടിപൊളി പറഞ്ഞു തീർന്നത്. ഇഷ്ടംപോലെ മീൻ ചാടുന്നുണ്ടാവും, നിറയെ ഉണ്ട്. ഇപ്പോൾ ചാടിയേക്കുന്ന കൂടുതലും മീനും ഈ തൂളിയൊക്കെയാണ്. തൂളി, മുള്ളങ്കണ്ണി തുടങ്ങിയ മീനുകളാണ് ഈ സമയത്ത് കൂടുതലും കിടന്ന് ചാടുന്നത്. വല പൊങ്ങി വരുന്ന സമയത്ത് അവർ പെട്ടെന്ന് തന്നെ വലയുടെ മേൽപ്പക്ക് വലിച്ച് കയറ്റും. അതല്ലെന്നുണ്ടെങ്കിലുള്ള മീൻ കൂടുതലായിട്ട് ചാടി വെളിയിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടാവും. അപ്പോൾ മേൽപ്പക്ക് നേരെ വലിച്ച് കൂട്ടിയിട്ട് പിന്നെ ആ ഒരു അടിഭാഗത്തെ വല മാത്രം വലിച്ച് അകത്തേക്ക് കയറ്റിയതുണ്ട്. അവർ 2 വള്ളം കൂടെ അടുപ്പിച്ചിട്ടുണ്ട്. 2 വള്ളം കൂടെ അടുപ്പിച്ചിട്ട് വലിച്ച് കയറ്റില്ല എന്നാണെന്നറിയോ, ഉള്ള ഗ്യാപ്പിനകത്തുനിന്ന് മീൻ ചാടി പുറത്തേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടാവും. നോക്കി എത്ര വള്ളം കിടക്കുന്ന, 1 2 3 4 വള്ളവും പിന്നെ വേറെ എക്സ്ട്രാ അവരുടെ മീനൊക്കെ ഐസ് ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു ബോട്ട് വള്ളം കൂടെ ഉണ്ട്. അങ്ങനെ മൊത്തം ഒരു 5 വള്ളത്തിലാണ് വന്നേക്കുന്നത് കേട്ടോ. എത്ര പണിക്കാരുണ്ട് നോക്കി, 2 4 6 8 10 15 പണിക്കാരുണ്ട്. വേറെ 2 3 പേര് പുറത്തും കൂടെ ഇപ്പം കേട്ടോ. അവരെയും കൂടെ ഉൾപ്പെട്ടിയാണ് നമ്മൾ 10 15 പേരെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കി ഇഷ്ടംപോലെ തൂളിയാണ് കേട്ടോ കൂടുതലും. വെള്ളത്തിൽ കിടക്കുന്ന ഏട്ടന്മാരൊക്കെ ചാടി കരക്കോട്ട് കയറുന്നേ ഉള്ളൂ. നല്ല കഷ്ടപ്പെട്ടിട്ടുള്ളൊരു പരിപാടി തന്നെ കേട്ടോ ഇത്. ഈ വല, ഇത്രയും വെയിറ്റുള്ള വല അവർ വലിച്ച് വേണം ഇത് കരയ്ക്ക് കയറാനായിട്ട്. മിഷൻ പരിപാടികളൊന്നുമില്ല, എല്ലാം ഈ മാൻ പവർ തന്നെയാണ്. വലിച്ച് വേണം കരയ്ക്കായിരുന്നു. നോക്കി മീൻ നോക്കി, ആഹാ അടിപൊളി. കഷ്ടപ്പാടിന് അതിൻ്റേതായിട്ടുള്ളൊരു വില കിട്ടുമ്പോഴത്തേക്കും അതൊരു നല്ല സന്തോഷമുള്ള കാര്യമാണ്. ഒരു വല ഉണ്ടോ, മീൻ നോക്കിയാൽ മീൻ ഇഷ്ടംപോലെ മീനുണ്ടോ, നല്ലപോലെ മീൻ കിടന്ന് ചാടുന്നുണ്ട്. സാധാരണ ഇതേ വലക്കകത്തൊക്കെ ഇഷ്ടംപോലെ കട്ടള, വാള, അതുപോലെ നമ്മുടെ ഈ ചെങ്കടി, കാളാഞ്ചി തുടങ്ങിയ മീനുകളെല്ലാം തന്നെ കാണുന്നതാണ്. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് സീസൺ ശകലം മടുപ്പായതുകൊണ്ടായിരിക്കും മീനുകൾ വളരെ കുറവാണ്. ഇപ്പോൾ അതായത് ഇപ്പോൾ ഈ കുറച്ച് നാൾ 2018 വെള്ളപ്പൊക്കത്തിന് ശേഷം ഈ കൂരുവാള, സിലോപ്പി, പിന്നെ ഈ റെഡ് ബെല്ലി, അതായത് ഈ നമ്മുടെ പിരാന ടൈപ്പ് മീനൊക്കെ കായൽ വന്നതോടുകൂടി ഈ ഉള്ള ഒരുമാതിരിപ്പെട്ട നോർമലി നേരത്തെ കായലുണ്ടായിരുന്ന ഈ കട്ടള, അതേപോലെ ഉണ്ടായിരുന്ന ചെങ്കടി, കാളാഞ്ചി തുടങ്ങിയ മീനുകളൊക്കെ ഇത് തിന്നാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് കുറച്ച് വർഷങ്ങളായിട്ട് കൊഞ്ചിൻ്റെ സീസൺ വളരെ കുറവാണ് ഇവിടെ. ഇത് ഈ വലിയ വലിയ മീനൊക്കെ, അങ്ങനെയുള്ള മീനുകളൊക്കെ ഭക്ഷിക്കാൻ തുടങ്ങിയ കാരണം അതിൻ്റെ വളരെ കുറവാണ് ഇപ്പോൾ ആ മീനൊക്കെ. നമുക്ക് തീരെ കുറവാണ് ഇപ്പോൾ കിട്ടുന്നത്. നോക്കി അടിപൊളി, ഇഷ്ടം പോലെ മീനുണ്ട്. വല നിറയെ മീനാണ്. ഇതതിൻ്റെ ഒരു പാർട്സ്, ഒരു ചെറിയ ഇനിയും എൻ്റെ ഒരു ബാലൻസും കൂടെ എടുക്കാനുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് അവർ എടുത്തിട്ടില്ല, കാരണം അത് മൊത്തം കൂടെ പൊക്കിക്കഴിഞ്ഞാൽ ചിലപ്പം വലയുടെ അടിഭാഗം കീറിപ്പോകാൻ സാധ്യത ഉള്ളതുകൊണ്ട് മുഴുവനായിട്ട് അവർ പൊക്കിയിട്ടില്ല. പപ്പാതിയായിട്ടാണ് പൊക്കിയെടുക്കുന്നത്. അല്ലെങ്കിൽ എങ്ങാനും കീറിപ്പൊക്കഴിഞ്ഞാൽ അവർ ഇത്രയും നേരം കഷ്ടപ്പെട്ടൊക്കെ വെറുതെ ആയി പോകും. അത്യാവശ്യം ന്യായമായിട്ട് മീനുണ്ടെന്ന് തോന്നുന്നു കേട്ടോ, അല്ലെങ്കിൽ അവർ ഒറ്റയടിയായിട്ടങ്ങ് പൊക്കിയെടുക്കത്തേ ഉള്ളൂ. പക്ഷേ ഇപ്രാവശ്യം അവർ പപ്പാതിയായിട്ട് പൊക്കിയിട്ടുള്ളൂ. പകുതി വലയെ ഇപ്പോൾ പൊക്കുന്നുള്ളൂ. പകുതി വല ഈ ഒരു മീൻ അവിടെ കൊണ്ട് ഇട്ടിട്ട് അടുത്ത വല പൊക്കത്തുള്ളവർ. നല്ല കാര്യം. കഷ്ടപ്പെടുന്നവർക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുന്നത് നല്ല കാര്യമാണത്. അത് കൂടുതലും തൂളിയാണ് കേട്ടോ. നമുക്ക് പ്രതീക്ഷിച്ചുള്ള വലിയ മീനൊന്നും ഇതുവരെ തന്നെ വന്നിട്ടില്ല.
അത്യാവശ്യം വലിയ തൂളിയെ കാണാം കേട്ടോ, തീരെ ചെറിയതൊന്നുമല്ല, അത്യാവശ്യം വലിയ തൂളിയെ കാണാം. പകുതി മീനെ അവരിട്ടു, ഇനി പകുതി മീനും കൂടെ ഉണ്ട്. ബാക്കിയുള്ള പകുതി മീനാണിത്, അതും കൂടെ അവർ ബോട്ടിലോട്ട് കുടഞ്ഞിട്ട് കാണാം. അപ്പോൾ അതിനകത്തെങ്കിലും വലിയ മീൻ വല്ലതും ഉണ്ടോ നമുക്ക് നോക്കാം. അതിനകത്തും പ്രതീക്ഷിച്ച പോലെ വലിയ മീനൊന്നും വന്നിട്ടില്ല. എന്തോ 1-2 മീനിട്ടുണ്ട്. അത് ഒരു വലിയ കൂരുവാള മീനിട്ടുണ്ട്. നോക്കിയത് വലിയൊരു കൂരുവാള കിടപ്പണത് കണ്ടോ, അടിപൊളി. ഓക്കെ, ഇഷ്ടം പോലെ മീൻ കിട്ടി അവർക്ക്. ഏകദേശം ഒരു വള്ളത്തിൻ്റെ പകുതിയോളം മീൻ അവർക്ക് കിട്ടിയിട്ടുണ്ട്. ആടമ്പള ഒരെണ്ണം പോലും ഇല്ല.